നാടിനെ നടുക്കിക്കൊണ്ടാണ് കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഉഗ്ര സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിച്ചത് ഉഗ്ര ശേഷിയുള്ള പടക്കമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൊട്ടാതെ കിടന്ന വലിയ ഗുണ്ടുകൾ വീടിന്റെ പരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉഗ്ര ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു ചെന്ന് നോക്കിയപ്പോൾ പൂർണ്ണമായും തകർന്ന വീടും ചിന്നിച്ചിതറിക്കിടക്കുന്ന ശരീരാവശിഷ്ടങ്ങളുമാണ് കണ്ടതെന്നാണ് കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിന് സമീപം താമസിക്കുന്നവർ പറയുന്നത്. ചുറ്റുമുള്ള വീടുകൾക്കും വലിയ കേടുപാടുകളുണ്ടായി. അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം മരിച്ചു. മറ്റാരെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ എന്നതും വ്യക്തമല്ല. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. 2016 പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയാണ് അനൂപ്. അന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു. 17 വീടുകൾ തകരുകയും 4 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പുതിയ സ്ഫോടനം. കോൺഗ്രസ് അനുഭാവിയാണ് അനൂപ് മാലിക് എന്ന് CPM ആരോപിക്കുന്നു. വർഷങ്ങളായി സ്ഫോടക വസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന പേരാണ് കണ്ണൂരിൽ അനൂപിൻ്റേത്. പുലർച്ചെ 2 മണിയോടെയാണ് ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീട്ടിൽ സ്ഫോടനമുണ്ടായത്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി. വീടുകളുടെ ജനാലച്ചില്ലകളും വാതിലുകളും തകർന്നു. 1/2 കിലോമീറ്റർ അകലെയുള്ള വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. പ്രദേശത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിവരികയാണ്. അനൂപ് മാലിക്കിനെ അനു മാലിക് എന്ന് വിളിക്കുന്നവരുണ്ട്. അനൂപ് എന്നാണ് കൂടുതലായി അറിയപ്പെടുന്നത്. പൊടിക്കുണ്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ CPM കോൺഗ്രസ് പോര് രൂക്ഷമായിരുന്നു. പൊടിക്കുണ്ട് സ്ഫോടനത്തിൽ അന്ന് അറസ്റ്റിലായ അനു മാലിക്കിനെ മുമ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് K സുധാകരനാണെന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിരുന്നു. അനു മാലിക്കിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഇത് കാണുന്നുള്ളൂവെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഏറെ നടന്നു. പൊടിക്കുണ്ടിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി അനു മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചതിന് പോലീസ് മുമ്പും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളിൽ നിന്നും അനു മാലിക്കിനെ രക്ഷിച്ചത് K സുധാകരനാണെന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. പൊടിക്കുണ്ട് രാജേന്ദ്ര നഗർ കോളനിയിൽ മാർച്ച് 24 രാത്രി ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിക്കുന്ന് ചാലാട് ലയ ഹൗസിൽ റാഹിലയെ കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. അനൂപിന്റെ ഭാര്യയെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു റാഹില. അന്ന് കണ്ണൂർ DYSP മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് റാഹിലയെ പിടികൂടിയത്. വീടിന്റെ വാടകയടക്കം നൽകുന്നത് അനൂപാണെങ്കിലും വീട്ടുടമ കയറളത്തെ ജോത്സനയുമായി വാടക കരാർ ഉണ്ടാക്കിയത് രാഹിലയാണ്. ഇതാണ് ഇവർക്കെന്ന് വിനയായത്. ഏച്ചൂരിൽ അനൂപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനാണ് ഇയാൾ സ്നേഹം നടിച്ച് റാഹിലയെ വശത്താക്കി രാജേന്ദ്രനഗർ കോളനിയിൽ എത്തിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. വീട്ടിൽ അപകടം ഉണ്ടായാൽ രക്ഷപ്പെടുന്നതിനാണ് റാഹിലയുടെ പേരിൽ അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് സംശയിച്ചിരുന്നു. 3 വർഷത്തോളമായി അനൂപും റാഹിലയും മക്കളും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. സ്ഫോടനത്തിൽ പടക്കങ്ങൾ സൂക്ഷിച്ച ഇരുനില വീട് അന്ന് പൂർണ്ണമായും തകർന്നിരുന്നു. കൂടാതെ സമീപത്തെ 7 വീടുകൾ പൂർണ്ണമായും 15 വീടുകൾ ഭാഗികമായും തകർന്നതടക്കം ആകെ 84 വീടുകൾക്ക് സ്ഫോടനത്തിൽ തകരാർ സംഭവിച്ചു. 3.22 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന റാഹിലയുടെ മകൾക്ക് സാരമായി പൊള്ളലേറ്റു. അന്നും അനു മാലിക്കിനെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കൂത്തുപറമ്പിലെ ക്ഷേത്രോത്സവത്തിനായി നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്ന് ഇയാൾ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. അന്ന് സ്ഫോടനത്തിന്റെ പ്രകമ്പനം 5 കിലോമീറ്റർ ദൂരം വരെ എത്തി. തകർന്ന വീടിന്റെ ചെങ്കൽ ചൂളുകൾ 100 മീറ്ററോളം ദൂരത്തിൽ തെറിച്ചു വീണു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും പൂർണ്ണമായും തകർന്നിരുന്നു. അമിത ചൂടാണ് അന്നുണ്ടായ സ്ഫോടനത്തിന് കാരണമെന്നായിരുന്നു നിഗമനം.